ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ സ്റ്റഡി വ്ളോഗ്. ഞാനൊരു ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എക്സാമിന് ഇനി ഒരു മാസമൊന്നുമില്ല, 10-20 ദിവസമേ ഉള്ളൂ. ഫസ്റ്റ് ഫേസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്. അപ്പം എനിക്ക് അഡ്മിഷൻ ടിക്കറ്റൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് എടുക്കത്തേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എന്താണെങ്കിലും ഫസ്റ്റ് ഫേസിലെ എക്സാം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനി ഒട്ടും സമയം നമുക്ക് പാഴാക്കാനില്ല. അപ്പോൾ ഞാനൊരു 20 ഡേയ്സിലെ ചലഞ്ച് വെച്ചിരിക്കുകയാണ്. 20 അല്ലെങ്കിൽ 22 ഡേയ്സ് എക്സാം. ഇന്ന് മുതൽ എക്സാം ഉള്ള ആ ഡേ വരെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 8 അവേഴ്സ് ചലഞ്ചാണ്. 8 ദിവസവും 8 മണിക്കൂർ വെച്ച് പഠിക്കുക. അപ്പം ഞാൻ എൻ്റെ ടൈം എങ്ങനെയാണ്, എൻ്റെ ടൈം ടേബിൾ എങ്ങനെയാണെന്നാണ് കാണിച്ചു തന്നേക്കുന്നത്. 1.5 മണിക്കൂർ ജി കെ പാർട്സ്, ഏതെങ്കിലും ഒരു ജി കെ പാർട്ട്. ബാക്കി മെംസിന് മീൻസ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് 1.5 അവേഴ്സ് വെച്ചിട്ട്, പിന്നെ സി എക്കും പിന്നെ ഒരു അരമണിക്കൂർ റിവിഷൻ. ഈ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ സമയത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി ചലഞ്ച് നടത്തി ഫെയിൽഡ് ആയിട്ടുള്ള ഞാൻ ഇത് വിജയിക്കുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ എക്സാം ഇങ്ങ് എത്തിയതുകൊണ്ട് അതിൻ്റെ ഒരു ചൂടുണ്ട്. അപ്പോൾ ആ ഒരു പേടിയിൽ പഠിച്ചു പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ രാവിലെ തന്നെ നോക്കുന്നത്, രാവിലെയല്ല, ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് പഠിക്കാനിരുന്നത്. വരെ ഞാൻ നോക്കുന്നത് എക്കണോമിക്സ് ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ജി കെ ആയിട്ട് എടുത്തിട്ടുള്ളത് എക്കണോമിക്സ് ആണ്. അപ്പോൾ എക്കണോമിക്സിൽ ഫിസിക്കൽ പോളിസി നോക്കണമെന്നുണ്ട്. പിന്നെ നോക്കുന്നത് 5 ഇയർ പ്ലാൻസ് ആണ്. 5 ഇയർ പ്ലാൻസ് ഇതിനു മുന്നേ നോക്കിയിട്ടുള്ളതായതുകൊണ്ട് ഇയർ എപ്പോഴും എനിക്ക് മാറിപ്പോകുന്നുണ്ട്. കുറച്ചൊക്കെ ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ ഫിസിക്കൽ പോളിസി ഒരു ചെറിയ പാർട്ടാണെങ്കിലും അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും നോക്കി. അതിനുശേഷം ഞാൻ നോക്കിയത് മാത്സ് ആയിരുന്നു. മാത്സ് ഞാൻ PYQ ആണ് ഇപ്പോൾ നോക്കുന്നത്. കാരണം എനിക്ക് മാത്സ് ഞാൻ ഇതുവരെ കംപ്ലീറ്റഡ് അല്ല, നോട്ട്സൊന്നും എഴുതി കംപ്ലീറ്റഡ് അല്ല. ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ PYQ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള PYQ നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതൊരു യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് എഴുതി പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ മാത്സ് ഞാൻ 1.5 മണിക്കൂർ ഇരുന്ന് തന്നെ നോക്കി. അപ്പോൾ വീട്ടിൽ കട്ട്ലറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നന്നാറി സർബത്ത് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല ചൂടൊക്കെ ഉള്ള സമയമായതുകൊണ്ട് നന്നാറി സർബത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇടയ്ക്ക് ഫുഡ് വ്ളോഗും കൂടെ ആഡ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൊച്ച് ഉറങ്ങുമായിരുന്നു. പിന്നെ നിങ്ങളെൻ്റെ വീഡിയോയിൽ, എൻ്റെ മുന്നോട്ടത്തെ വീഡിയോ കാണുന്നവർക്കറിയാം, 3 കുട്ടികളാണ്. അപ്പോൾ 2 പേര് എവിടെയെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ 2 പേരും പള്ളിയിൽ പോയതാണ്. അവർക്ക് സൺഡേ സ്കൂൾ വെക്കേഷൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ പോയതുകൊണ്ട് തന്നെ ആ ഒരു ഡിസ്റ്റർബ് എനിക്ക് കുറവാണ്. ഉണ്ടെങ്കിൽ അവരെന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതങ്ങനെ. പിന്നെ ഞാൻ നോക്കിയത് CA ആയിരുന്നു. അപ്പോൾ CA ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ 2024-ൻ്റെ, പക്ഷേ അത് മാസങ്ങൾ കംപ്ലീറ്റഡ് അല്ല, എൻ്റെ എല്ലാം കംപ്ലീറ്റഡ് അല്ല എന്നുള്ളതാണ്. CA ഒക്കെ കറക്റ്റ് ഇന്ന് കുറേ മാസത്തെ എഴുതിയിട്ടുണ്ട്. ഇനി 2-3 മാസം കൂടെ പെൻഡിങ്ങിലുണ്ട്. അതായത് പുതിയ വർഷത്തെയാണുള്ളത്. അത് ഞാൻ ചിലപ്പോൾ നോട്ട് ഇനിയൊന്നും എഴുതില്ല. ഇനിയിപ്പോൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് നോട്ട് എഴുതിക്കൊണ്ടിരിക്കില്ല. അടുത്ത എക്സാമുകൾക്ക് യൂസ്ഫുൾ ആകും എന്തായാലും. അപ്പോൾ ഈ എക്സാം തീരുന്നവരെ ഇപ്പം നോട്ടിന് എഴുതാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ PDF തന്നെ നോക്കും, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് പഠിക്കും. എങ്ങനെയാണെങ്കിലും അത് കവർ ചെയ്തിട്ട് പോകണമെന്ന്, ഒരു തവണയെങ്കിലും വായിച്ചിട്ട് പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം മലയാളമാണ് നോക്കിയത്. മലയാളം ഈ പറഞ്ഞ പോലെ PYQൻ്റെ ബുക്കൊന്നുമില്ല, PYQൻ്റെ ബുക്കുമില്ല, എക്സ്ട്രാ ബുക്കൊന്നും എൻ്റെ അടുത്തില്ല. ഉള്ളത് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന ടെലഗ്രാം നോക്കി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന CA മലയാളം ടെലഗ്രാമാണ് നോക്കിയാണ് ഞാൻ സോഴ്സായിട്ട് എടുക്കുന്നത് മെറ്റീരിയൽസിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ അത് നോക്കിയതിന് ശേഷം PYQ ആണ് നോക്കിയത്, ഇംഗ്ലീഷ്. അപ്പം ഞാൻ PYQവിനാണ് മുൻഗണന കൊടുക്കുന്നത്. അല്ലാത്ത ഇങ്ങനെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് PYQ നോക്കി പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇംഗ്ലീഷ് ഏതോ ഒരു എക്സാമിൻ്റെ പേപ്പറാണ് ഞാൻ നോക്കിയതിപ്പോൾ. മീൻസ് UP സ്കൂളാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് നോക്കി. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 10-11 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒത്തിരി നൈറ്റ് ഇരിക്കുന്നില്ല. ഓവർനൈറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പകൽ ഫുൾ തലവേദനയാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഏർലി മോർണിംഗ് പിന്നെയും പറ്റും, നൈറ്റ് എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഓരോരുത്തർക്കും ഓരോ സാഹചര്യമാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ്
അത്യാവശ്യം പ്രൊഡക്റ്റീവായിട്ടൊക്കെ ഞാനിന്ന് പഠിച്ചൊരു ദിവസമായിരുന്നു. കാരണം ഞാൻ സമയം കണ്ടെത്തി പഠിച്ചു. മോളുറങ്ങിയ സമയം അങ്ങനെ ടൈം നോക്കി പഠിച്ചു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടു ഡു ലിസ്റ്റ് ടിക്ക് എന്നുള്ളതാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടെയായിട്ട് ഞാൻ ഈ ടിക്ക് ഇടുന്നത്. പക്ഷെ എന്നാലും അവിടെയും ഞാൻ പെൻഡിങ്ങിലൊരു കാര്യം വരുത്തി. അരമണിക്കൂറിലെ റിവിഷൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ രാവിലെ റിവൈസ് ചെയ്തിട്ട് വേണം അടുത്ത ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.